കാഴ്ച വിരുന്നൊരുക്കി തിരുവമ്പാടിയുടെ ചമയ പ്രദർശനം. ആനച്ചമയത്തിന്റെ വിസ്മയ കാഴ്ചകൾ കാണാൻ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് തിരക്കൽപ്പം കുറവാണ്. നിറങ്ങളും തിളക്കങ്ങളും നിറഞ്ഞ തൃശൂർ പൂരത്തിന്റെ ഒരു ചെറു സാമ്പിളാണ് ചമയ പ്രദർശനം. തിരുവമ്പാടിയുടെ ചമയ പ്രദർശനം നടക്കുന്ന ഇടത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. കാഴ്ചകളുടെ ഒരു വലിയ പൂരം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് തന്നെ പറയാം. നമുക്കറിയാം, വലിയൊരു ദുരന്തത്തിൽ നിന്ന് നമ്മൾ കേരളക്കര ഒട്ടാകെ ഒന്ന് കരകയറി വരുന്നതേ ഉള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും അതിൽ നിന്ന് നമ്മൾ മറികടക്കേണ്ടതുണ്ട്. ദ ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് പറയുന്നത് പോലെ അതിനെയൊക്കെ മറികടന്ന് ആ ദുഃഖത്തെ ഒന്ന് പിന്നിലാക്കി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇവിടെയുള്ള കാഴ്ചകളെന്ന് പറയുമ്പോഴത്തേക്കും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നിറങ്ങളുടെ ഒരു മേളമാണ്. എവിടെ നോക്കിയാലും കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ് തന്നെ പറയും. ഒരുപാട് ആളുകളാണ് ഈ ചമയ പ്രദർശനം കാണാനായിട്ട് ഇന്നീ ദിവസം ഇവിടേക്ക് എത്തിച്ചേർന്നത്. നമുക്കറിയാം, തിരുവമ്പാടിയുടെ ചമയ പ്രദർശനം ഇന്നാണ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ കാത്തിരുന്ന ആളുകളെല്ലാവരും ഒരുമിച്ച് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയ ഒരു കാഴ്ചയായിരുന്നു തുടക്കത്തിൽ കാണാൻ സാധിച്ചത്. ചമയ പ്രദർശനം 2 ദിവസമാണ് തിരക്കുള്ള സാഹചര്യത്തിൽ വെച്ചിരുന്നത്. അത് ഒരു ദിവസമാക്കി ഔപചാരികമായ ഉദ്ഘാടനങ്ങളോ അല്ലെങ്കിൽ സ്ഥലത്തെല്ലാ VIP-കളും വന്നിട്ടാണ് ഉദ്ഘാടനം നിർവഹിക്കാറ്. അതുകളൊന്ന് ഒഴിവാക്കി ദേവസ്വം പ്രസിഡന്റും സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും ജോയിൻറ്റ് സെക്രട്ടറിയും കൂടിയിട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. അത് എല്ലാം അതിൻ്റെ ആ ദുഃഖാചരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാം ചുരുക്കി മുന്നോട്ട് പോകുന്നു. എന്നാൽ എല്ലാത്തിലും ഒരു കുറവും വരുത്തുന്നില്ല. എല്ലാം അതിൻ്റെതായ ഭംഗിയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. നിറയെ തുന്നൽ പണികളൊക്കെ കോർത്തിണക്കിയ ഭംഗിയുള്ള കുടകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഒറ്റ നോട്ടത്തിൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് കാണുന്നത് ഒരു വലിയൊരു വിരുന്നാണ് എന്ന് തന്നെ പറയാം. അതായത് നാളെ എന്താണോ നമ്മൾ കാണാൻ പോകുന്നത് അതിൻ്റെ ഒരു സാമ്പിളാണ്. നാളത്തെ കാഴ്ച എന്തായിരിക്കുമെന്ന് ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നാളെ ഗജവീരന്മാർക്ക് മുകളിൽ ഈ കുടകൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കാഴ്ച ഭംഗി അത് അത്രത്തോളം വലുതാണ് എന്ന് തന്നെ പറയാം. ഈ ജില്ലയിൽ നിന്നുള്ളവർ മാത്രമല്ല, പുറത്തു നിന്നും ഇത് കാണാൻ വേണ്ടി മാത്രമായൊക്കെ ഓടിയെത്തുന്ന ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും വെഞ്ചാമരം, നെറ്റിപ്പട്ടം, മുത്തുക്കുട, മറ്റാഭരണങ്ങൾ, ഗജവീരന്മാരെ അണിയിക്കാനുള്ള വിവിധ തരത്തിലുള്ള മണികൾ എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. എല്ലാം ഓരോന്നും കണ്ട് ആസ്വദിച്ചു പോകേണ്ടത് തന്നെയാണ്. അത്രത്തോളം ഭംഗിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് തന്നെ പറയാൻ സാധിക്കും. നമുക്കറിയാം, ഒരുപാട് കലാകാരന്മാരുടെ ദിവസങ്ങളുടെയും മാസങ്ങളുടെയും വർഷങ്ങളുടെയും ഒക്കെ കഷ്ടപ്പാടാണ് ഈ കാണുന്നത്. ഒരു അപകടത്തിൻ്റെ ദുഃഖം ഇങ്ങനെ മാഞ്ഞു വരുന്നതേ ഉള്ളൂ. നമ്മളോട് ദേവസ്വം ഭാരവാഹികളൊക്കെ സംസാരിച്ചിരുന്നു. ഇതൊന്നുമല്ല ഇവർ ഒരുക്കേണ്ടിയിരുന്ന കാഴ്ച, ഇതിനപ്പുറമായിരുന്നു. പക്ഷെ നമ്മുടെ ഈ ഒരു സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഇത്രത്തോളമാണ് ഒരുക്കിയിരിക്കുന്നത്. പക്ഷെ അത് അത്രയധികം ഭംഗിയോടുകൂടി തന്നെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്.